അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബിസ്ക്കറ്റ് കേക്ക്. ഈ ഒറ്റ സ്നാക്കിൽ തന്നെ രണ്ട് ടേസ്റ്റാണ്. നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റും പ്ലസ് ഒരു കേക്കിൻ്റെ ടേസ്റ്റും കൂടി വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. പിന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഒരു ബൗളിൽ ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയാണിത്. നോർമൽ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. ഒരു ഹാഫ് കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. ഈ പഞ്ചസാരയിലോട്ട് ഒരു ഹാഫ് കപ്പ് ചൂടുള്ള പാലാണ്. ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടുള്ള പാൽ ആഡ് ചെയ്തുമ്പോഴേക്കും പഞ്ചസാര മെൽട്ടാവും. അതിനാണ് നല്ല ചൂടുള്ള പാലാണ് ആഡ് ചെയ്യേണ്ടത്. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നെയ്യ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 സ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത്. നെയ്യിൻ്റെ സ്ഥാനത്ത് ബട്ടർ ആണെങ്കിൽ ബട്ടർ ആഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. പക്ഷെ നെയ്യ് ആഡ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ 2 സ്പൂണ്, ഈ ഒരു സ്പൂണിൽ 2 സ്പൂണോളം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണിത്. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി കേട്ടോ. ബേക്കിംഗ് പൗഡർ ആകുമ്പോൾ ഹാഫ് ടീസ്പൂണ്, ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. രണ്ടും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. അതിൻ്റെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ മധുരം ഞാനിവിടെ ഹാഫ് കപ്പ് ചേർത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1/4 കപ്പോളം ചേർത്തോളൂ കേട്ടോ. ഹാഫ് കപ്പ് ഒരു പാകത്തെ മധുരമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1/4 കപ്പ്. ഒരു കപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു കപ്പാകുമ്പോൾ ഒത്തിരി കൂടിപ്പോവും. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. നമുക്കൊരു ഡോ ആക്കി എടുക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 1 കപ്പ് എടുത്തോളൂ. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഡോ ആക്കി എടുക്കണം. ഈ സെയിം റെസിപ്പി മൈദ ഉപയോഗിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി വെർഷൻ ആവാനാണ് ഗോതമ്പ് പൊടി എടുത്തത്. ഇപ്പോൾ ഞാൻ 1 കപ്പ് മൊത്തം ആഡ് ചെയ്തിട്ടും എനിക്കൊരു ഡോൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല. എപ്പോഴും കുറച്ച് ലൂസാണ് ബാറ്റർ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ആഡ് ചെയ്യാം. ഇത് മൊത്തം വേണ്ടി വരില്ല. നമുക്കൊരു കുഴക്കാൻ കഴിയണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരെ നമുക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫുൾ 1/4 കപ്പ് യൂസ് ആയിട്ട്, അപ്പോൾ മൊത്തം 1 കപ്പും പ്ലസ് 1/4 കപ്പ്, അപ്പോൾ 1.25 കപ്പോളം പൊടി യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ സ്റ്റിക്കി ആയിട്ടായിരിക്കും കേട്ടോ. പത്ത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ മാതിരി ആവില്ല. കുഴക്കാൻ കഴിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാൻ, ഒരു ഡോ ആക്കി എടുക്കാനേ കഴിയുള്ളൂ. മിക്സ് ചെയ്തതുകൊണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി. നമ്മളിങ്ങനെ കയ്യിൽ ഇട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സ്റ്റിക്കിയാണ്, നമ്മൾ കയ്യിൽ റോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ ഒരു സമയം വരെ നമുക്കിതിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കളർ വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല. ഒരു ഹെൽത്തി ഓപ്ഷനാണ്. കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഷേപ്പിലും ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു ബോൾ എടുക്കാം. കയ്യിൽ വെച്ചൊന്ന് വെച്ചിട്ട് എന്നിട്ടത് പ്രസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കി കൊടുക്കുക. ഇനി കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ തടവിയാൽ മതി. എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്യൂബിൻ്റെ ഷേപ്പിൽ കൊടുത്തിട്ട് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാതെ, താഴെ വരെ കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് പകുതി ഭാഗം. അടി വരെ കട്ട് ചെയ്യില്ല, ജസ്റ്റ് ഇത്ര കട്ട് ചെയ്യുള്ളൂ. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല മധുരം താല്പര്യമുള്ളവരാണെങ്കിൽ ആദ്യം 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്താൽ മതി.
ഒരു ഹാഫ് പോർഷൻ ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് മറ്റേ ഹാഫ് ഷേപ്പ് ചെയ്തെടുക്കാം. ഗ്യാസിൽ പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ട് ഈ എണ്ണയിലോട്ട് നമ്മളൊരു ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റ് ആകുമ്പോൾ മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നാലും ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറമേ കരിഞ്ഞുമ്പോൾ ഉള്ളു വേവില്ല. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് ഞാൻ കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേ രീതിയിൽ അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബിസ്ക്കറ്റ് കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിന് നല്ല ടേസ്റ്റാണ്. കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെ എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും ഒന്ന് അമർത്താം. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാം. ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇതാ പുറമേ നല്ല ക്രിസ്പിയും ശരിക്കൊരു കേക്ക് കഴിക്കണ ഫീലിംഗ് വരുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് കഴിക്കണ ഫീലിംഗ് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് പുറമേ കരിഞ്ഞു പോവും, ഉള്ളിൽ വേവില്ല. കുറച്ച് കട്ടിയുണ്ടല്ലോ അത്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിലാണ് സംഭവം. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറമേ കരിഞ്ഞു പോവും, ഉള്ളിൽ വേവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.